നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ടീച്ചർ വേക്കൻസി, ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും ആയിട്ടാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇതേപോലെ എല്ലാ അപ്ഡേഷൻസും കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ചാനൽ ജോയിൻ ചെയ്യുക. അതോടെ എല്ലാ നോട്ടിഫിക്കേഷൻ വാട്സാപ്പിലൂടെ തന്നെ ലഭിക്കും. മറക്കില്ലല്ലോ. അതോടൊപ്പം നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നമ്മൾ കൂടെ ചെയ്തു തരാം. ഓക്കെ അല്ലെ? അപ്പോ നമുക്ക് ഈ പറയുന്ന ഡെയിലി വേജസ് ടീച്ചേഴ്സ് ആവണം എന്ന് TTC-യോ BEd-ഓ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അല്ലെ. നമുക്ക് TTC-യും BEd-ഉം കഴിയുന്ന എന്താണ്, സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തണം, ഒരു പ്രൊഫഷനിലേക്ക് എത്തണം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ടീച്ചിങ് പാഷൻ തന്നെ ആയിരിക്കണം എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, TTC-യും BEd-ഒക്കെ കഴിയുന്നത്. അപ്പൊ സേഫ് ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് കൊണ്ട് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്ന ഇതാണ്, നമ്മൾ ഗവൺമെന്റ് സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഡെയിലി വേജസ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിലും നമുക്ക് അതേപോലെ അല്ല, ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറണം എന്നുണ്ടെങ്കിലും അധ്യാപകരാണോ അവർക്ക് മുമ്പുള്ള ആദ്യത്തെ കടമ്പയാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കേട്ടറ്റ് ഇതുവരെയായി നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ 10 കേട്ടറ്റിലായി 7000-ഓളം പേരെ വിജയിപ്പിച്ച നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവയുടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, അടുത്ത LPUP-ക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. എക്സാം നിങ്ങൾക്കായി വെയിറ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ നിയമന സാധ്യതകൾ വരുന്ന ഒരു അധ്യാപക തസ്തിക തന്നെയാണ് LPSA, UPSA എന്ന് പറയുന്നത്. അപ്പൊ ആരും മറക്കണ്ട, ഉടൻ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വേജസിന്റെ നോക്കിയാലോ, ഡെയിലി വേജസിന്റെ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം നമുക്ക്. കൊല്ലം കല്ലുവാതുക്കൽ വിളമാനൂർ ഗവൺമെന്റ് UP സ്കൂളിൽ UPSC അഭിമുഖം വെള്ളിയാഴ്ച 11 മണിക്ക് നടക്കുന്നതാണ്. ശാസ്താംകോട്ട KASMDB കോളേജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിഷയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് 21-ാം തീയതി രാവിലെ 11 മണിക്കാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. UGC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയുള്ളവരായിരിക്കണം അപേക്ഷകർ. അവരുടെ അഭാവത്തിൽ 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദമുള്ളവരെയും പരിഗണിക്കുന്നതാണ്. തോട്ടയ്ക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം 19-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തലയോലപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂൾ LPUP താൽക്കാലിക ഒഴിവിലേക്കുള്ള അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. അതേപോലെ തന്നെ വൈക്കം വെസ്റ്റ് GVHSS ഹൈസ്കൂൾ HST വിഭാഗത്തിൽ ഗണിതശാസ്ത്രത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം 19-ാം തീയതി രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചക്കായി ഹാജരാകേണ്ടതാണ്. നെടുങ്കണ്ടം കരുണാപുരം ഗവൺമെന്റ് ITI ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഒഴിവിലേക്ക് ഓപ്പൺ വിഭാഗത്തിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്നതാണ്. കൊച്ചി ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഗണിതം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഹൈസ്കൂൾ അസിസ്റ്റന്റ് ആവണോ, ഡെയിലി വേജസ് ആയിട്ടാണെങ്കിലും ഗവൺമെന്റ് സർവീസിലാണെങ്കിലും കാറ്റഗറി 3 കൂടിയേ തീരൂ എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. കൊച്ചി ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഗണിതം അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. ചെങ്ങമനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ UPSC അധ്യാപക ഒഴിവുണ്ട്. അതിലേക്കുള്ള അഭിമുഖം 19-ാം തീയതി രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പരിസരത്തുള്ള സ്കൂളുകളാണ് അല്ലെങ്കിൽ അവരുടെ ജില്ലയിലെ സ്കൂളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതെന്ത് ചെയ്യുക, അവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, കോതമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ LPSC അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം മുനിസിപ്പൽ ഓഫീസിൽ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്നുണ്ട്. ചെറുതുരുത്തി ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST അറബിക് FTM തസ്തികകളിലേക്കുള്ള കൂടിക്കാഴ്ച 19-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്നു. തൃപ്രയാർ ഗവൺമെന്റ് ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. 19-ാം തീയതി രാവിലെ ബയോഡാറ്റയുമായി ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഗണിതം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. ചാലിയപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST സംസ്കൃതം താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 19-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്നുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബിലാത്തിക്കുളം ഗവൺമെന്റ് UP സ്കൂൾ പാർട്ട് ടൈം ജൂനിയർ ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 19-ാം തീയതി രാവിലെ 10:30 നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊയിലാണ്ടി ഗവൺമെന്റ് ITI മൾട്ടിമീഡിയ അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒരു ഒഴിവിലേക്കുള്ള ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ യോഗ്യതകൾ UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നും മൾട്ടിമീഡിയ ആൻഡ് അനിമേഷൻ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മൾട്ടിമീഡിയ ആൻഡ് അനിമേഷനിൽ 2 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ മൾട്ടിമീഡിയ അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ട്രേഡിൽ NC 3 വർഷത്തെ പ്രവൃത്തി പരിചയം, നാഷണൽ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ റെഗുലേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് താല്പര്യമുള്ളവർ രേഖകൾ സഹിതം 19-ാം തീയതി രാവിലെ 11 മണിക്ക് ഹാജരാകേണ്ടതാണ്. അടുത്തത് സുൽത്താൻ ബത്തേരി ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ HST മലയാളം അധ്യാപക നിയമനം കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കുന്നു. തിരുവണ കരിങ്ങാരി ഗവൺമെന്റ് UP സ്കൂളിൽ LPST നിയമനം കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. യോഗ്യത കേട്ടറ്റ് സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവേണ്ടതാണ്. PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണന എന്നുകൂടെ ഉണ്ട്. അടുത്തത് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അഭിമുഖം 17-ാം തീയതി രാവിലെ 10:30 നടക്കുന്നത്. അതേപോലെ തന്നെ ദേലബാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST കന്നഡ, LPST കന്നഡ എന്നിവയിലേക്ക് ഓരോ ഒഴിവുകൾ വീതമാണുള്ളത്. അഭിമുഖം ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. ചെറുവത്തൂർ കുട്ടിമത്ത് GHSS HST നാച്ചുറൽ സയൻസ് അഭിമുഖം 17-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. ഡ്രൈവർ ഇൻസ്ട്രക്ടറിന്റെ പോസ്റ്റിലേക്ക് ഒരു ഒഴിവുകൾ കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ITIയിൽ IMC-യുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഇൻസ്ട്രക്ടർ നിയമനങ്ങൾ നടക്കുന്നു. അഭിമുഖം 19-ാം തീയതി രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. ഇത്രയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. നമ്മുടെ ഓൾ കേരള വാക്കൻസി ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും ഉടൻ തന്നെ ലഭിക്കും. ഇപ്പൊ ഡെയിലി വേജസ് അപ്ഡേറ്റുകൾ മാത്രമല്ല, നിങ്ങളുടെ അധ്യാപക തസ്തികയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ കേട്ടറ്റ് ആയിക്കൊള്ളട്ടെ, LPUP-യുമായി ആയിക്കൊള്ളട്ടെ, അങ്ങനെ നമ്മുടെ എക്സാമുകളുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവിന്റെ ഡേറ്റുകളാവാം, അങ്ങനെ എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടോ എല്ലാ ഇൻഫോർമേഷൻസും കൃത്യസമയങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പോ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഡെയിലി വേജസ് എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രമാണ്. നമുക്ക് എന്താണ് ഒരു ശാശ്വതമായിട്ടൊരു സേഫസ്റ്റ് പ്രൊഫഷൻ അല്ലെ, സേഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ ആയിരിക്കണം. അത് നമ്മൾ പാഷൻ ആയി കണ്ട ടീച്ചിങ് കൂടെ ആണെങ്കിൽ ദ മോസ്റ്റ് സെക്യൂർ ആണ് നമ്മൾ അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ LPUP-യുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെന്റർഷിപ്പോട് കൂടെ വരുന്ന ഈ ഒരു പ്രീമിയം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. ഓക്കെ അല്ലെ? അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.